ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും ഓൺലൈൻ ക്ലാസ്സിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് 8ാം ക്ലാസ് ഇംഗ്ലീഷ് ആനുവൽ എക്സാം ക്വസ്റ്റ്യൻ പേപ്പറാണ്. പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പറാണ്. അപ്പോൾ എല്ലാവർക്കും അറിയാം, ആദ്യത്തെ 3 ആക്ടിവിറ്റി കോംപ്രിഹെൻഷനാണ്. ഒരു പാസേജ് തന്നിട്ടുണ്ടാവും, അതിൽ തന്നെ അതിൻ്റെ ആൻസർ ഉണ്ടാവും. നമ്മൾ ശ്രദ്ധയോടെ വായിച്ചിട്ട് ആ ക്വസ്റ്റ്യൻസിനൊക്കെ ആൻസർ ചെയ്യാം. അപ്പോൾ പാഠഭാഗത്തിലെ ഏതെങ്കിലും ചാപ്റ്ററിൽ നിന്നുള്ള ഒരു പാരഗ്രാഫ് ആയിരിക്കും തരിക. ആദ്യത്തെ ചോദ്യം, എ ഡേ ഇൻ ദ കൺട്രി എന്ന ചാപ്റ്ററിലെ ഒരു പാസേജാണ് തന്നിരിക്കുന്നത്. നമുക്കൊന്ന് വായിച്ചു നോക്കാം. ദാറ്റ്സ് എ സ്വാം ഓഫ് ബീസ്. സ്വാം ഓഫ് ബീസ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഒരു കൂട്ടം തേനീച്ചകൾ. സ്വാം ഓഫ് ബീസ്. സ്വാം എന്ന് പറഞ്ഞാൽ ഗ്രൂപ്പ് ഓഫ് ബീസിനെ പറയുന്നതാണ് സ്വാം. ദാറ്റ്സ് എ സ്വാം ഓഫ് ബീസ്. ടെറൻറ്റി ഇൻഫോംസ് ദം. അപ്പോൾ ടെറൻറ്റി പറയുകയാണ് അവിടെ കുറച്ച് തേനീച്ചകളുണ്ട് എന്ന് പറയുകയാണ്. ദേ വർ ഫ്ലൈയിങ് ലുക്കിംഗ് ഫോർ ഹോം ആൻഡ് when the rain came down upon them they settled. അപ്പോൾ അവർ എങ്ങോട്ട് പോവുകയാണ്? അവർ വീട് കണ്ടെത്താൻ പറന്ന് നടക്കുകയായിരുന്നു. അപ്പോഴാണ് എന്ത് ചെയ്തത്? മഴ പെയ്തു. അവരുടെ മേൽ മഴ പെയ്തപ്പോൾ അവരവിടെ സെറ്റിലായി. when the rain came down upon them they settled. If a swarm is flying, you need only sprinkle water on them to make them settle. അപ്പോൾ ഒരു കൂട്ടം തേനീച്ചകൾ പറക്കുകയാണെങ്കിൽ അവയുടെ മേൽ വെള്ളം തളിച്ചാൽ, സ്പ്രിങ്കിൾ ചെയ്യാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ വെള്ളം തളിച്ചാൽ അവ ഒരിടത്ത് അവിടെ നിന്നോളും. Now if say you wanted to take the swarm, you would bend the branch with them into a sack and shake it and they all fall in. അപ്പോൾ നിങ്ങൾ എന്താ ഇപ്പം ചെയ്യേണ്ടത്? നിങ്ങൾക്ക് തേനീച്ച കൂട്ടത്തെ വേണമെന്നുണ്ടെങ്കിൽ അവയെ ഒരു ചില്ല പതിയെ വലിച്ച് ചാക്കിലാക്കുക. ബെൻഡ് ദ ബ്രാഞ്ച് വിത്ത് ദം. ചില്ല ആ ബ്രാഞ്ച് മെല്ലെ വളയ്ക്കുക. ദം ഇൻ ടു എ സാക്ക്. എന്നിട്ട് ചാക്കിലാക്കുക. അവയോട് കൂടി ആ ചില്ല പതിയെ വളച്ച് ചാക്കിലാക്കുക. ആൻഡ് ദേ ഓൾ ഫോൾ ഇൻ. അവയെല്ലാം അതിൻ്റെ ഉള്ളിൽ ഉണ്ടാവും. അങ്ങനെ വളച്ചാൽ നല്ലവണ്ണം കുലുക്കി നോക്കിയാൽ അവയൊക്കെ എന്താകും? ആ ചാക്കിൽ നല്ല വീണിരിക്കും. ലിറ്റിൽ ഫിയോക്ല സഡൻലി ഫ്രോൺസ്. കുഞ്ഞ് ഫിയോക്ല എന്ത് ചെയ്ത് പെട്ടെന്ന് സഡൻലി ഫ്രോൺസ് എന്ന് പറഞ്ഞാൽ നെറ്റി ചുളിക്കുക. ആൻഡ് റബ്സ് ഹെർ നെക്ക് വിഗ്രസ്ലി. അവളുടെ തൻ്റെ കഴുത്തിൽ ശക്തിയായി ഉരസുകയാണ്. ഹെർ ബ്രദർ ലുക്സ് അറ്റ് ഹെർ നെക്ക്. അപ്പോൾ അവളുടെ സഹോദരൻ അവളുടെ കഴുത്തിലേക്ക് നോക്കേണ്ടത്. സീസ് എ ബിഗ് സ്വെല്ലിംഗ് ഓൺ ഇറ്റ്. ഒരു വലിയ മുഴ അല്ലെങ്കിൽ ഒരു വലിയ തടിപ്പ്. സ്വെല്ലിംഗ് എന്ന് പറഞ്ഞാൽ മുഴ അല്ലെങ്കിൽ തടിപ്പ് കാണണ്ടേ. ഹേ ലാവ്സ് ദ കോബ്ലർ. ഹായ് ചെരുപ്പ് കുത്തിക്ക് ചിരി വരികയാണ്. ഡു യു നോ വേർ യു ഗോട്ട് ദാറ്റ് ഫ്രം? നിനക്കറിയോ അത് എവിടുന്നാണ് കിട്ടിയെന്ന്? ഫിയോക്ല ഓൾഡ് ഗേൾ. ഫിയോക്ല പ്രായം ചെന്ന കുട്ടി, നിനക്കിത് എവിടുന്നാണ് കിട്ടിയെന്ന് അറിയുമോ? ദേ ആർ സ്പാനിഷ് ഫ്ലൈസ് ഓൺ സം ട്രീസ് ഇൻ ദ വുഡ്. ഈ കാട്ടിൽ ചില മരങ്ങളിൽ എന്തുണ്ട്? സ്പാനിഷ് ഈച്ചകൾ ഉണ്ടായിരിക്കും. ദ റെയിൻ ഹാസ് ട്രിക്കിൾഡ് ഓഫ് ദം. ഈ മഴ അവയിലൂടെ ഒലിച്ചിറങ്ങിയിട്ട് ആൻഡ് എ ഡ്രോപ്പ് ഹാസ് ഫോളൻ ഓൺ യുവർ നെക്ക്. അപ്പോൾ മഴ അവയിലൂടെ ഒലിച്ചിറങ്ങും. അപ്പോൾ ഒരു തുള്ളി നിൻ്റെ കഴുത്തിൽ വീണു. ദാറ്റ്സ് വൈ വാട്ട് ഹാസ് മെയ്ഡ് ദ സ്വെല്ലിംഗ്. അതുകൊണ്ടാണ് ആ തടിപ്പ് ഉണ്ടായത്. അപ്പോൾ ഈ പാരഗ്രാഫ് ആ ചാപ്റ്ററിലാണ്. നല്ലവണ്ണം വായിച്ചു നോക്കാം. ആദ്യത്തെ ചോദ്യം നമുക്ക് നോക്കാം. ഹൗ ക്യാൻ വി മേക്ക് ദ സ്വാം ഓഫ് ഫ്ലൈസ് സെറ്റിൽ? നമുക്ക് എങ്ങനെയാണ് ഫ്ലൈസിനെ ഒരു സ്ഥലത്ത് ഉറപ്പിക്കാൻ പറ്റുക? അത് നമ്മൾ നേരത്തെ വായിച്ചതിലുണ്ട്. എങ്ങനെയാണ്? ബൈ സ്പ്രിംഗ്ലിംഗ് വാട്ടർ ഓൺ ദം. അപ്പോൾ നമുക്ക് ആൻസർ ചെയ്താം. സ്പ്രിങ്കിൾ വാട്ടർ ഓൺ ദ സാം ഓഫ് ഫ്ലൈസ് ടു മേക്ക് ദം സെറ്റിൽ. അപ്പോൾ എന്താ ചെയ്യേണ്ടത്? വെള്ളം തളിക്കുക. ഓക്കെ, രണ്ടാമത്തെ ചോദ്യം. ഇഫ് യു വാണ്ടഡ് ടു ടേക്ക് ദ സാം ഓഫ് ബീസ് വാട്ട് വുഡ് യു ഡു? നിങ്ങൾക്ക് ഈ ഒരു പറ്റ തേനീച്ചകളെ വേണമെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യും? അപ്പോൾ നമ്മൾ അത് പറഞ്ഞു, ചില്ല വളച്ച് ചാക്കിലേക്ക് ആക്കുക. എന്നിട്ട് ചാക്കിൽ വെച്ച് കുലിക്കാൽ അത് എന്താവും? എല്ലാം അതിനുള്ളിൽ വീഴും. ഇഫ് യു വാണ്ടഡ് ടു ടേക്ക് ദ സാം ഓഫ് ബീസ് യു വുഡ് ബെൻഡ് ദ ബ്രാഞ്ച് വിത്ത് ദം ഇൻ ടു ദ സാക്ക് ആൻഡ് ഷേക്ക് ഇറ്റ് ആൻഡ് ദേ ഓൾ ഫോൾ ഇൻ. അപ്പോൾ അത് ആൻസർ ഇവിടെ തന്നെ ഉണ്ട് കേട്ടോ. യു വുഡ് ബെൻഡ് ദ ബ്രാഞ്ച് വിത്ത് ദം ടു എ സാക്ക് ആൻഡ് ഷേക്ക് ഇറ്റ് ആൻഡ് ദം ഫോൾ ഇൻ. ഓക്കെ, ഇനി അടുത്ത ചോദ്യം. വാട്ട് ഡസ് ഫിയോക്ലാസ് ബ്രദർ സീ ഓൺ ഹെർ നെക്ക്? അപ്പം ഫിയോക്ലൻ്റെ ബ്രദർ അവളുടെ നെക്കിൽ എന്താ കണ്ടത്? ഫിയോക്ലാസ് ബ്രദർ സോ എ ബിഗ് സ്വെല്ലിംഗ് ഓൺ ഹെർ നെക്ക്. ബിഗ് സ്വെല്ലിംഗ് ഓൺ ഇറ്റ്. അപ്പം ബിഗ് സ്വെല്ലിംഗ് ആണ് കണ്ടത്. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ. വാട്ട് ഹാസ് മെയ്ഡ് ദ സ്വെല്ലിംഗ് ഓൺ ദ നെക്ക് ഓഫ് ലിറ്റിൽ ഫിയോക്ല? അപ്പോൾ അതെങ്ങനെയാണ് ഉണ്ടായതെന്നാണ് കോബ്ലർ പറഞ്ഞത്. ദ റെയിൻ ഹാസ് ട്രിക്കിൾഡ് ഓഫ് സം സ്പാനിഷ് ഫ്ലൈസ് ആൻഡ് എ ഡ്രോപ്പ് ഹാസ് ഫോളൻ ഓൺ ഹെർ നെക്ക്. ഓക്കെ, പിക്ക് ഔട്ട് ദ വേർഡ് ഫ്രം ദ പാസേജ് വിച്ച് മീൻസ് എ ഗ്രൂപ്പ് ഓഫ് ഫ്ലൈസ്. അതിനുള്ള വേർഡ് എന്താണ്? എ ഗ്രൂപ്പ് ഓഫ് ഫ്ലൈ എന്നുള്ളതിന് സ്വാം ആണ്. അപ്പോൾ നമ്മൾ എ ഡേ ഇൻ ദ കൺട്രി എന്ന ചാപ്റ്ററിൽ ഒരു പാസേജ് വായിച്ച് അതിനുള്ള ആൻസറാണ് നമ്മൾ ചെയ്തത്. ഇനി അടുത്ത ആക്ടിവിറ്റി നോക്കാം.
Read the excerpt from the poem My Grandfather's House and answer the questions that follow. അപ്പോൾ മൈ ഗ്രാൻഡ് ഫാദേഴ്സ് ഹൗസ് എന്ന പോയത്തിലെ കുറച്ച് വരികളാണ് നൽകിയിരിക്കുന്നത്. അതുമായി ബന്ധപ്പെട്ട ചില ചോദ്യങ്ങൾ ഉണ്ടാവും. നമുക്കൊന്ന് വായിച്ചു നോക്കാം. There is a house now far away where once I received love, that woman died. The house withdrew into silence. Snakes moved among books. I was then too young to read, and my blood turned cold like the moon. How often I think of going there to peer through blind eyes of windows, or just listen to the frozen air, or in wild despair pick an armful of darkness to bring it here to lie behind my bedroom door like a brooding dog. ഈ ഒരു പോയത്തിൽ പോയറ്റ്സിൻ്റെ മെമ്മറിയാണ്, ഗ്രാൻഡ് മദറിനെ കുറിച്ചുള്ള മെമ്മറീസിനെ കുറിച്ചിട്ടുള്ള ഒരു പോയാണ്. അപ്പോൾ നമുക്ക് ആദ്യത്തെ ചോദ്യം നോക്കാം. വൈ ഡിഡ് ദ ഹൗസ് വിത്ഡ്രോ ഇൻ ടു സൈലൻസ്? വീട് പെട്ടെന്ന് നിശബ്ദമായത് എന്തുകൊണ്ടാണ്? കമല സുരയ്യാസ് ഗ്രാൻഡ് മദർ ഡൈഡ്, അല്ലേ? ഗ്രാൻഡ് മദർ മരിച്ചുപോയി, അതുകൊണ്ടാണ് വീട് പെട്ടെന്ന് നിശബ്ദമായത്. വാട്ട് ഈസ് ദ പ്രസൻറ്റ് കണ്ടീഷൻ ഓഫ് ദ ഹൗസ്? ഇപ്പോൾ ആ ഹൗസിൻ്റെ അവസ്ഥ എന്താണ്? The house withdrew into silence and snakes moved among the books. ഓക്കെ, ഇനി അടുത്ത ദ മൂഡ് ഓഫ് ദ പോയം ഈസ് ജോയ്ഫുൾ നൊസ്റ്റാൾജിക് ത്രില്ലിങ്. അപ്പോൾ എന്താണ് ഇത്? ഈ പോയത്തിൻ്റെ മൂഡ് എന്താണ്? നൊസ്റ്റാൾജിക് ആണല്ലേ, നൊസ്റ്റാൾജിക് ആണ്. ഫൈൻഡ് ഔട്ട് ആൻ ഇൻസ്റ്റൻസ് ഓഫ് അലിട്രേഷൻ ഫ്രം ദ ഗിവൺ ബിലോ. ഒരു അലിട്രേഷൻ എഴുതാനാണ് പറഞ്ഞത്. ബിഹൈൻഡ് മൈ ബെഡ്റൂം ഡോർ ലൈക്ക് എ ബ്രൂഡിങ് ഡോഗ്. ഓക്കെ, ഒരു സിമ്പിൾ ഒരു പോയാണ്. അതിനുമായി ബന്ധപ്പെട്ട ചോദ്യങ്ങളും വളരെ സിമ്പിളാണ്. ഇനി അടുത്ത പാസേജ് നോക്കാം. റീഡ് ദ പാസേജ് കെയർഫുള്ളി ആൻഡ് ആൻസർ ദ ക്വസ്റ്റ്യൻ ദാറ്റ് ഫോളോ. വൺസ് അപ്പോൺ എ ടൈം എ കിങ് പ്ലേസ്ഡ് എ ബോൾഡർ ഓൺ എ റോഡ്വേ. He then did himself and watched to see if anyone would move the boulder out of the way. Some of the king's wealthiest merchants and courtiers came by and simply walked around it. Many people loudly blamed the king for not keeping the roads clear, but none of them did anything about getting the stone out of the way. A peasant then came along carrying a load of vegetables. Upon approaching the boulder, the peasant laid down his burden and tried to push the stone out of the road. After much pushing and straining, he finally succeeded. After the peasant went back to pick up his vegetables, he noticed a purse lying on the road when the boulder had been. The purse contained many gold coins, and a note from king explained that the gold was for the person who removed the boulder from the roadway. അപ്പോൾ നിങ്ങൾക്ക് ഈ സ്റ്റോറി വായിച്ചപ്പോൾ മനസ്സിലായി കാണുമല്ലോ. രണ്ട് പാസേജ് നമ്മുടെ ഒരു ദിവസം ഒരു കിങ് ഒരു വലിയൊരു പാറ കഷ്ണം റോഡിൻ്റെ നടുവിൽ കൊണ്ടുവച്ചു. പലരും പാസ് ചെയ്തു പോയി. ആരും എന്തായി റോഡിനെ കുറ്റം പറയും, കിങ്ങിനെ കുറ്റം പറയുകയും ചെയ്യും. അല്ലാണ്ട് ആ ഒരു പാറ കഷ്ണം ആരും മാറ്റി വെച്ചില്ല. അങ്ങനെയാണ് ആര് വരുന്നത്? ഒരു പാവം കർഷകൻ വന്നു. അയാളുടെ അടുത്ത് എന്തായിരുന്നു? ഒരു ലോഡ് വെജിറ്റബിൾസ് ഉണ്ടായിരുന്നു. പക്ഷെ അതവിടെ വെച്ചിട്ട് ഈ ഒരു പാറക്കഷ്ണം റോഡിൽ നിന്ന് തള്ളി മാറ്റി. അപ്പോൾ അതിൻ്റെ അടിയിൽ ഒരു പേഴ്സ് ഉണ്ടായിരുന്നു. ആ പേഴ്സിൽ കുറച്ച് ഗോൾഡ് കോയിൻസും അതേപോലെ തന്നെ പിന്നെ കിങ്ങിൻ്റെ ഒരു നോട്ടും ഉണ്ടായിരുന്നു. കാരണം ഈ കല്ലെടുത്ത് മാറ്റുന്ന ആൾക്കാരാണ് ഈ ഗോൾഡ് കോയിൻസ് എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ അതാണ് കഥ. അപ്പോൾ ആദ്യത്തെ ചോദ്യം നോക്കാം. വൈ ഡിഡ് ദ കിങ് ഹൈഡ് ഹിംസെൽഫ്? എന്തുകൊണ്ടാണ് കിങ് ഒളിച്ചു നിന്നത്? ദ കിങ് ഹൈഡ് ഹിംസെൽഫ് ടു സീ ഇഫ് എനിവൺ വുഡ് മൂവ് ദ ബോൾഡർ ഔട്ട് ഓഫ് ദ വേ. എന്തിനാണ് ഒളിച്ചു നിന്നത്? ആരെങ്കിലും ഈ പാറ കഷ്ണം മാറ്റുന്നുണ്ടോ എന്നറിയാൻ. വാട്ട് ഡിഡ് ദ പെസന്റ് ഡു വെൻ ഹി സോ ദ ബോൾഡർ? ദ പെസന്റ് ലേഡ് ഡൗൺ ഹിസ് ബർഡൻ ആൻഡ് പുഷ്ഡ് ദ സ്റ്റോൺ ഔട്ട് ഓഫ് ദ വേ. ഓക്കെ, അതിവിടെ തന്നെ ഉണ്ട്. ദ പെസന്റ് ലേഡ് ഡൗൺ ഹിസ് ബർഡൻ ആൻഡ് ട്രൈ ടു പുഷ് ദ സ്റ്റോൺ ഔട്ട് ഓഫ് ദി റോഡ്. ഓക്കെ, ആദ്യത്തെ ചോദ്യത്തിൻ്റെ ഉത്തരം ഇവിടെ ഉണ്ട് കേട്ടോ. ഇഫ് എനി വൺ വുഡ് മൂവ് ദ ബോൾ ഔട്ട് ഓഫ് ദ വേ. ഓക്കെ, ഫസ്റ്റ് ക്വസ്റ്റ്യൻ്റെ ആൻസർ ഇവിടെ ഉണ്ട്. സെക്കൻഡ് ക്വസ്റ്റ്യന് ഇതാണ്. ഓക്കെ, ഇനി അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. വാട്ട് വാസ് റിട്ടൺ ഓൺ ദ നോട്ട്? നോട്ടിൽ എന്താണ് എഴുതിയത്? ദ ഗോൾഡ് വാസ് ഫോർ ദ പേഴ്സൺ ഹൂ റിമൂവ്ഡ് ദ ബോൾഡർ ഫ്രം ദ റോഡ് വേ. അപ്പോൾ എന്താണ് എഴുതിയത്? നോട്ടിൽ എന്താ എഴുതിയത്? അതിവിടെ ഉണ്ട്. എക്സ്പ്ലെയിൻ ദാറ്റ് ദ ഗോൾഡ് വാസ് ദ പേഴ്സൺ ഹൂ റിമൂവ്ഡ് ദ ബോൾഡർ ഓൺ ദ റോഡ് വേ. ഇതാണ് മൂന്നാമത്തെ ചോദ്യത്തിൻ്റെ ഉത്തരം. ഓക്കെ, അടുത്ത നോക്കാം. അടുത്ത ചോദ്യം എന്താണ്?
പിക്ക് ഔട്ട് ദ വേർഡ് ഫ്രം ദ പാസേജ് വിച്ച് മീൻ ലാർജ് റോക്ക്. വലിയ പാറക്കഷ്ണം എന്നതിനുള്ള വേർഡ് എന്താണ്? ബോൾഡർ എന്നാണ്. ഓക്കെ, ഇനി ലാസ്റ്റ് വൺ, വാട്ട് ഡു യു തിങ്ക് ദാറ്റ് ദിസ് മോറൽ ഓഫ് ദ സ്റ്റോറി? എന്താണ് ഈ സ്റ്റോറിയുടെ മോറൽ? ഓൺലി ദ ഹാർഡ് വർക്കിംഗ് പീപ്പിൾ റിയലൈസ് ദ വാല്യൂ ഓഫ് ലേബർ, അതർ പീപ്പിൾ ജസ്റ്റ് ഇഗ്നോർ ആൻഡ് സ്ലീവ്. ഓക്കെ, അപ്പോൾ നമ്മൾ 3 കോംപ്രിഹെൻഷനാണ് പഠിച്ചത്. മൊത്തത്തിൽ എത്ര മാർക്കാണ്? 12 മാർക്കാണ് നമുക്ക് സ്കോർ ചെയ്യാൻ കഴിയുന്നത്. ഇനി അടുത്തത് എന്താണ്? ഒരു പ്രൊഫൈലാണ്. നമ്മൾ കഴിഞ്ഞ വീഡിയോസിലും ഡിസ്കസ് ചെയ്തിരുന്ന ഒരു പ്രൊഫൈല്. പ്രിപ്പയർ എ പ്രൊഫൈൽ ഓഫ് കമല സുരയ്യ യൂസിങ് ദ ഡീറ്റെയിൽസ് ഗിവൺ ബിലോ. യൂസ് അപ്രോപ്രിയേറ്റ് ലിങ്കേഴ്സ് വെറെവർ നെസസറി. നെയിം കമല സുരയ്യ, ബർത്ത് 31 March 1934, പുന്നയൂർക്കുളം, തൃശ്ശൂർ, കേരള. ഓക്യുപ്പേഷൻ പോയറ്റ്, നോവലിസ്റ്റ്, ഷോർട്ട് സ്റ്റോറി റൈറ്റർ. നാഷണാലിറ്റി ഇന്ത്യൻ. വർക്ക്സ് മൈ സ്റ്റോറി, സമ്മർ ഇൻ കൽക്കട്ട, ദ ഡിസെൻഡേഴ്സ്, ഡെത്ത് 31 May 2009. അപ്പോൾ നമ്മളൊരു പ്രൊഫൈൽ എഴുതുമ്പോൾ ആദ്യം കമല സുരയ്യയെ കുറിച്ചാണ് നമ്മൾ എഴുതേണ്ടത്. അപ്പോൾ കമല സുരയ്യ എന്ന് പറഞ്ഞാൽ നമ്മൾ ബോൾഡിൽ കൊടുക്കാം. പിന്നെ അതേപോലെ തന്നെ ഇവിടെ ബർത്ത് അതേപോലെ ഡെത്തും തന്നിട്ടുണ്ട്. അപ്പോൾ 1934 to 2009 എന്ന് നമുക്ക് എഴുതാം. ഓക്കെ, പിന്നെ നമുക്ക് എന്തെഴുതാം? ബർത്ത് എഴുതാം, ഓക്യുപ്പേഷൻ എഴുതാം, വർക്ക്സ് എഴുതാം. ഓക്കെ, ആദ്യം തന്നെ എഴുതേണ്ടത് കമല സുരയ്യ, ബർത്ത് ഇയറും അതേപോലെ തന്നെ ഡെത്ത് ഇയറും എഴുതാം. 1934 2009. Kamala Surya, known by the names Madhavikutty and Kamala Das, was a gifted bilingual writer who could delight her readers with her inimitable style in both English and Malayalam. She is a popular poet and short story writer. She was the recipient of awards like Eruthacham Puraskaram, Weiler Award, Sahitya Akademi Award, etc. My Story, The Old Playhouse and Other Poems, Padmavati, The Harlot and Other Stories, My Mother at 66 are the sum of her works in English. ഓക്കെ, ഇനി അടുത്തത് 16ഉം 17ഉം ആണ്. അതിൽ ഏതെങ്കിലും ഒരു ചോദ്യം അറ്റംപ്റ്റ് ചെയ്താൽ മതി. റൈറ്റ് എ പാരഗ്രാഫ് അബൌട്ട് ദ ഇൻസിഡൻറ്റ് ദാറ്റ് ലെഡ് ടു ദ അറസ്റ്റ് ഓഫ് റോസ പാർക്ക്. അപ്പോൾ റോസ പാർക്കിൻ്റെ അറസ്റ്റുമായി ബന്ധപ്പെട്ട ഈവൻറ്റ്സൊക്കെ ഒരു പാരഗ്രാഫിൽ എഴുതാനാണ്. റോസ ഗെറ്റ്സ് ഓൺ എ ബസ്, വെരി ടയേർഡ്, വൈറ്റ് പാസഞ്ചേഴ്സ് എൻ്റർ, റോസ സിറ്റ്സ് സ്റ്റിൽ, പാസഞ്ചേഴ്സ് ഇംപേഷ്യൻറ്റ്, ഡ്രൈവർ ഗെറ്റ്സ് ആംഗ്രി, പോലീസ് അറൈവ്. അപ്പോൾ ഇത്രയും ക്ലൂസ് അവിടെ തന്നിട്ടുണ്ട്. അപ്പോൾ നമുക്കൊന്ന് എഴുതി നോക്കാം. On that particular day, Rosa Parks gets on a bus. She was tired and she wanted to sit. ക്ഷീണിതയായിരുന്നു, അതേപോലെ ഇരിക്കാൻ ക്ഷീണിതയായിരുന്നു, അതുകൊണ്ട് തന്നെ സീറ്റ് കിട്ടിയപ്പോൾ ഇരുന്നു. ഇൻ ദ ബസ് ദർ വർ മെനി വാക്കൻറ്റ് സീറ്റ്സ്. ആ ബസ്സിൽ ഒരുപാട് ഒഴിഞ്ഞ സീറ്റുകളുണ്ടായിരുന്നു. ഷീ ഗോട്ട് ദ ടിക്കറ്റ് കിട്ടി ആൻഡ് ടുക്ക് എ സീറ്റ്, ഒരു സീറ്റിൽ ഇരുന്നു. ദെൻ many white passengers entered the bus. When the whites come, the black sitting in the seats got up and moved. അപ്പോൾ ഒരുപാട് വൈറ്റ് പാസഞ്ചേഴ്സ് അവിടെ വന്നു. അപ്പോൾ വൈറ്റുകാരെ കണ്ടപ്പം ബ്ലാക്സൊക്കെ സീറ്റിൽ നിന്ന് എഴുന്നേറ്റ് അവർ വേറെ സ്ഥലത്ത് പോയിരുന്നു. ബട്ട് റോസ ഡിഡ് നോട്ട് മൂവ് ഫ്രം ഹർ സീറ്റ്. പക്ഷേ റോസ അവളുടെ സീറ്റിൽ നിന്ന് അനങ്ങിയില്ല. എ വൈറ്റ് പാസഞ്ചേഴ്സ് വാസ് സ്റ്റാൻഡിങ് നിയർ ഹെർ. അവളുടെ അടുത്ത് ആര് ഉണ്ടായിരുന്നു? ഒരു വൈറ്റ് പാസഞ്ചേഴ്സ് ഉണ്ടായിരുന്നു. എന്നിട്ട് കൂടി റോസ പാർക്ക് എഴുന്നേറ്റില്ല. ഓക്കെ, അപ്പോൾ എന്താ ചെയ്തത്? അപ്പോഴെന്താണ്? ഡ്രൈവർ ഗെറ്റ്സ് ആംഗ്രി ആൻഡ് ദ പോലീസ് അറൈവ്ഡ്. ഓക്കെ, ഇനി അടുത്ത എ ഷിപ്പ്‌റെക്ക്ഡ് സെയിലർ ഇൻ ദ സ്റ്റോറി. എ ഗ്രൂപ്പ് ഓഫ് സെയിലേഴ്സ് ഹു വർ വാഷ്ഡ് ഓവർബോർഡ് ഡ്യൂറിംഗ് എ സ്റ്റോം ഇൻ ദ മിഡിൽ ഓഫ് കരീബിയൻ സീ. ദ മീഡിയ റിപ്പോർട്ടഡ് ദ ന്യൂസ് ഓഫ് ദ ഷിപ്പ്‌റെക്ക് വിത്ത് ഗ്രേറ്റ് ഇമ്പോർട്ടൻസ്. പ്രിപ്പയർ ദ ലൈക്ലി ന്യൂസ് റിപ്പോർട്ട്. ഒരു ന്യൂസ് റിപ്പോർട്ട് ഉണ്ടാക്കാനാണ് ഷിപ്പ്‌റെക്ക്ഡ് സെയിലേഴ്സിനെ കുറിച്ച് ഒരു ന്യൂസ് റിപ്പോർട്ട്. അപ്പോൾ നമ്മളൊരു ഹെഡിങ് കൊടുക്കണം, വെലസ്കോ സർവൈവ്ഡ് ദ ഷിപ്പ്‌റെക്ക്. പിന്നെ ഡേറ്റും അതേപോലെ സ്ഥലവും കൊടുക്കണം. 22 March, Colombia. A tragedy that befell crew members of a Colombian naval destroyer in the Caribbean Sea. Velasco, feeling that he was all alone in the midst of the sea, his ship was completely destroyed in the storm. Catching on a crate, he somehow managed to swim. It was a bright sunny day. He could see only the scattered cargo and huge waves around him. The sea was so calm that there was no evidence of disaster remaining. ഓക്കെ, ഇനി 3 ചോദ്യങ്ങളുണ്ടാവും. അതിൽ ഏതെങ്കിലും 2 എണ്ണത്തിന് ആൻസർ ചെയ്താൽ മതി. ഓരോ ചോദ്യത്തിനും 5 മാർക്ക് വീതമാണ്. ഓക്കെ, 18th question. After visiting Miss Beam's school, the narrator E.V. Lucas writes down his wonderful experience in a diary. Draft the likely diary entry. അപ്പോൾ ഡയറി എൻട്രി എഴുതുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് എന്താണ്? ഒരു ഡേറ്റ് എഴുതണം. ഒരു ഡേറ്റും ഡേറ്റിൻ്റെ ദിവസവും എഴുതണം. 22 March 2023 Monday. I reached Miss Beam's school. There saw a girl of about 12 years. Her eyes were covered with a bandage. A small boy of 8 was leading her, holding her hand. He was describing her the things around
around him. I met Miss Beam as I expected. She was middle-aged, kind and understanding. We walked for some time. I asked her about her teaching method. She told me that they caught only simple things that are useful to the pupils. Okay, അതാണ് ഡയറി എൻട്രി. ഇനി അടുത്തത് എന്താണ്? The boy in the story, The Light on the Hills, felt very sad on the unexpected death of his sister, who had encouraged him always. He decided to write a letter to his friend, sharing his thoughts, prepare likely letter. അപ്പോൾ ലൈറ്റ് ഓൺ ദ ഹിൽസിലെ കുട്ടിയുടെ സിസ്റ്റർ മരിച്ചുപോയി. അപ്പം ഭയങ്കര അൺഎക്സ്പെക്റ്റഡ് ഡെത്താണ്. അപ്പം ഭയങ്കര സങ്കടം തോന്നി. അപ്പോൾ ആ ഒരു സങ്കടമൊക്കെ വെച്ചിട്ട് അവൻ്റെ ഫ്രണ്ട്സിന് ഒരു ലെറ്റർ എഴുതാണ്. അപ്പോൾ എന്തൊക്കെയാണ് ഒരു ലെറ്റർ എഴുതുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ടത്? ആദ്യം തന്നെ പ്ലേസ് എഴുതണം, പിന്നെ ഒരു ഡേറ്റ് എഴുതണം, പിന്നെ സല്യൂട്ടേഷൻ. പിന്നെ ഹോപ്പ് യു ആർ ഡൂയിങ് വെൽ. ഐ ആം റൈറ്റിംഗ് ദിസ് ലെറ്റർ ടു ഷെയർ മൈ തോട്ട്സ് അബൌട്ട് മൈ ഡിസീസ്ഡ് ലിറ്റിൽ സിസ്റ്റർ. You know that I love her very much. It was her words of love and encouragement that kept me going. She was the one who wished the most to see me successful. Anish, do you know how greatly I miss her? She was the light of my life. I wish she were with me. Yours lovingly, Jane. അപ്പോൾ ഇത്രയാണ് ഒരു ലെറ്ററിൻ്റെ ഫോമാറ്റ്. ആദ്യം നമ്മൾ പ്ലേസ് എഴുതണം, പിന്നെ ഡേറ്റ് എഴുതുക, പിന്നെ സല്യൂട്ടേഷൻ എഴുതുക. പിന്നെ നിനക്ക് സുഖമാണോ? ഞാൻ ഈ ലെറ്റർ എഴുതുന്നത് എൻ്റെ തോട്ട്സൊക്കെ എഴുതാനാണ്. എൻ്റെ ഡിസീസ്ഡ് ലിറ്റിൽ സിസ്റ്റർ, എൻ്റെ മരിച്ചുപോയ ചെറിയ സിസ്റ്ററെ കുറിച്ച് എഴുതാനാണ്. യു നോ ദാറ്റ് ഐ ലവ് ഹർ സോ മച്ച്. ഞാൻ അവളെ ഒരുപാട് സ്നേഹിച്ചിരുന്നു എന്ന് നിനക്കറിയാമല്ലോ. ഇറ്റ് വാസ് ഹർ വേർഡ്സ് ഓഫ് ലവ് ആൻഡ് എൻകറേജ്മെൻറ്റ് ദാറ്റ് കെപ്റ്റ് മീ ഗോയിങ്. എന്നെ ഇത്രയും വളർത്തിയത് അവളുടെ സ്നേഹവും അവളുടെ എൻകറേജ്മെൻറ്റുമായിരുന്നു. ഷി വാസ് ദ വൺ ഹു വിഷ്ഡ് ദ മോസ്റ്റ് ടു സീ മീ സക്സസ്ഫുൾ. എന്നെ ഒരു സക്സസ്ഫുൾ ആവാൻ വേണ്ടിയിട്ട് ഏറ്റവും കൂടുതൽ ആഗ്രഹിച്ച ആളായിരുന്നു എൻ്റെ സിസ്റ്റർ. ഡു യു നോ ഹൗ ഗ്രേറ്റ്ലി ഐ മിസ്. പക്ഷെ ഞാൻ അവളെ വളരെയധികം മിസ് ചെയ്യുന്നു. ഷീ വാസ് ദ ലൈറ്റ് ഓഫ് മൈ ലൈഫ്. എൻ്റെ ജീവിതത്തിൻ്റെ വിളക്കായിരുന്നു അവൾ. ഐ വിഷ് ഷീ വേർ വിത്ത് മീ. അവൾ എൻ്റെ കൂടെ ഉണ്ടായിരുന്നു എന്ന് ഞാൻ ആഗ്രഹിക്കണം. യുവേഴ്സ് ലവ്ലിംഗ്ലി താഴെ എഴുതണം, എന്നിട്ട് പേര് എഴുതണം. ഓക്കെ, ഇനി അടുത്ത ക്വസ്റ്റ്യൻ എന്താണ്? അടുത്തത് ഷൈലോക്ക് ഈസ് വൺ ഓഫ് ദ ഡോമിനൻറ്റ് ക്യാരക്ടർ ഇൻ ദ സ്റ്റോറി ദ മെർച്ചൻ്റ് ഓഫ് വെനീസ്. പ്രിപ്പയർ ദ ക്യാരക്ടർ സ്കെച്ച് ഓഫ് ഷൈലോക്ക്. ഷൈലോക്കിൻ്റെ ക്യാരക്ടർ സ്കെച്ചാണ് എഴുതേണ്ടത്. ഷൈലോക്ക് ഈസ് ദ മോസ്റ്റ് പ്രോമിനൻറ്റ് ക്യാരക്ടർ ഇൻ ദ പ്ലേ ദ മെർച്ചൻ്റ് ഓഫ് വെനീസ്. അതിലൊരു പ്രോമിനൻറ്റ് ക്യാരക്ടറാണ് ആര്? ഷൈലോക്ക്. ഹീ ഈസ് എ മൈസർ ബൈ നേച്ചർ. ഒരു പിഷ്കനായിരുന്നു. ദ മെയിൻ എയിം ഓഫ് ഹിസ് ലൈഫ് ടു കളക്ട് മണി. എന്താ ജീവിതത്തിൻ്റെ ലക്ഷ്യം? പൈസ കളക്ട് ചെയ്യുക. ഹി ഷോസ് നോ മേഴ്സി ടു ദോസ് ഹൂ ബോറോ മണി ഫ്രം ഹിം. അപ്പോൾ അവരുടെ കയ്യിൽ നിന്ന് പണം വാങ്ങുന്നതിനോട് യാതൊരു ദയാദാക്ഷിണ്യവും കാണിച്ചിരുന്നില്ല. ഹി വിൽ അഡോപ്റ്റ് എനി മീൻസ് ഗുഡ് ഓർ ബാഡ് ടു ഗെറ്റ് ബാക്ക് ഹിസ് മണി. ആ വാങ്ങിയ പൈസ തിരികെ കിട്ടാൻ നല്ല മാർഗവും ചീത്ത മാർഗവും എന്തായാലും വേണ്ടില്ല, ആ പൈസയൊക്കെ തിരിച്ചു മേടിക്കും. ഹി വിൽ അഡോപ്റ്റ് എനി മീൻസ് ഗുഡ് ഓർ ബാഡ് ടു ഗെറ്റ് ബാക്ക് ഹിസ് മണി. ഷൈലോക്ക് ഹേറ്റഡ് ആൻറ്റോണിയോ ബിക്കോസ് ഹി യൂസ്ഡ് ടു ഗീവ് മണി ടു ദ നീഡി പീപ്പിൾ വിത്തൗട്ട് ടേക്കിംഗ് എനി ഇൻട്രസ്റ്റ്. ഷൈലോക്കിന് ആരും ഇഷ്ടമുണ്ടായിരുന്നില്ല? ആൻറ്റോണിയോ ഇഷ്ടമുണ്ടായിരുന്നില്ല. കാരണം എന്താണ്? ആൻറ്റോണിയോ ആവശ്യമുള്ളവർക്കൊക്കെ പൈസ കൊടുക്കുമായിരുന്നു, ഒരു ഇൻട്രസ്റ്റ് മേടിക്കാതെ. ഈ ഷോസ് നോ മേഴ്സി ടു ആൻറ്റോണിയോ ഹു ഫെയിൽസ് ടു പേ ഹിസ് മണി ഓൺ ഡ്യൂ ഡേറ്റ്. അപ്പോൾ ആൻറ്റോണിയോയുടെ എന്തായിരുന്നു? വളരെ ദേഷ്യം ഉണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ ആൻറ്റോണിയോക്ക് പറഞ്ഞ സമയത്ത് പൈസ എടുക്കാൻ കഴിയില്ല. അപ്പോൾ ഷൈലോക്ക് ഒരു ദയാദാക്ഷിണ്യവും കാണിച്ചിരുന്നില്ല. ഓക്കെ, ഇനി അടുത്ത ക്വസ്റ്റ്യൻ എന്താണ്? അടുത്തത് നമുക്ക് എഡിറ്റിങ് നോക്കാം. എവരി വൺ ആർ വെരി കൈൻഡ്. ഇവിടെ എവരി വൺ ഈസ് വെരി കൈൻഡ് എന്നാണ് പറയുക. എവരി വൺ ഈസ് വെരി കൈൻഡ്. മിസ് ബീം കണ്ടിന്യൂഡ് ആൻഡ് ഇറ്റ് ഈസ് റിയലി സംതിങ് ഓഫ് എ ജോക്ക് ഓൾദോ ഓഫ് കോഴ്സ് ബിഫോർ ദ ഡേ ഈസ് ഓവർ. ഇവിടെ റിയാലിറ്റി എന്നതിൻ്റെ സ്പെല്ലിങ് തെറ്റാണ്. REALITY. റിയാലിറ്റിൻ്റെ സ്പെല്ലിംഗ് ആണ്. ഓഫ് ദ ഡിസബിലിറ്റി ഓഫ് ബിക്കംസ് ഒരു എസ് കൂട്ടി കൊടുക്കണം. ഡിസബിലിറ്റി ബിക്കംസ് ക്ലിയർ ഈവൻ ടു ലീസ്റ്റ്. ജസ്സിൻ്റെ ലീസ്റ്റ് തോട്ട്ഫുൾ. ഓക്കെ, ബട്ട് എവരി വൺ ഈസ് വെരി കൈൻഡ്, മിസ് ബീം കണ്ടിന്യൂഡ്, ആൻഡ് ഇറ്റ് ഈസ് റിയലി സംതിങ് ഓഫ് എ ജോക്ക് ഓൾദോ ഓഫ് കോഴ്സ് ബിഫോർ ദ ഡേ ഈസ് ഓവർ ദ റിയാലിറ്റി സ്പെല്ലിംഗ് തെറ്റാണ്. ഓക്കെ, പിന്നെ ഓഫ് ദ ഡിസബിലിറ്റി ബിക്കംസ് ക്ലിയർ ഈവൻ ടു ലീസ്റ്റ് തോട്ട്ഫുൾ. ഇനി നമുക്ക് 22ാമത്തെ ചോദ്യം നോക്കാം. A long time ago dash a small country. In a small country എന്നാണ് വേണ്ടത്. In a small country village in Japan there lived a poor farmer and his wife. A poor farmer and his wife who were
ഹൂ വേർ വെരി ഗുഡ് പീപ്പിൾ. അപ്പോൾ ഹൂ വേർ വെരി ഗുഡ് പീപ്പിൾ, ഹൂ വേർ വെരി ഗുഡ് പീപ്പിൾ. ഓക്കെ, അപ്പോൾ 2 എഡിറ്റിംഗ് ആണ് ഉണ്ടായിരുന്നത്. അപ്പോൾ നമ്മൾ ഒരുപാട് കാര്യങ്ങൾ ഡിസ്കസ് ചെയ്തു. 3 കോംപ്രിഹെൻഷൻ ഡിസ്കസ് ചെയ്തു. ഇത് നമ്മൾ ഒരുപാട് കാര്യങ്ങൾ ഡിസ്കസ് ചെയ്തു. 2 എഡിറ്റിംഗ് ഡിസ്കസ് ചെയ്തു. അതേപോലെ തന്നെ ഒരു ലെറ്റർ, ഒരു ഡയറി, ഒരു ക്യാരക്ടർ സ്കെച്ച്, പിന്നെ നമ്മൾ ഡിസ്കസ് ചെയ്തത് ഒരു ന്യൂസ് റിപ്പോർട്ടാണ്, പിന്നെ ഒരു ഇവൻറ്റ് ഡിസ്ക്രിപ്ഷനാണ് നമ്മൾ ചെയ്തത്, പിന്നെ ഒരു പ്രൊഫൈൽ നമ്മൾ ചെയ്തു, പിന്നെ 3 കോംപ്രിഹെൻഷനും നമ്മളിന്ന് മനസ്സിലാക്കി. ഓക്കെ, താങ്ക് യു ഫോർ വാച്ചിങ് ദിസ് വീഡിയോ.